അല്ല മുത്തുകളെ സ്വത്തുക്കളെ കടലുകളെ കുളിരുകളെ പഞ്ചാര കുഞ്ചുകളെ ഇതാ ഒരു 3 മാർക്കിന്റെ ചോദ്യം, 3 അല്ലെങ്കിൽ 2 മാർക്കിന്റെ ചോദ്യം. വാട്ട് ഈസ് ദ നോർമൽ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ്? ബ്ലഡിലെ കാൽഷ്യത്തിന്റെ നോർമൽ ലെവൽ എത്ര 70/110 അല്ലേ? അല്ല, അത് ഗ്ലൂക്കോസിന്റെ നോർമൽ ലെവലാ. എടാ, കാൽഷ്യത്തിന്റെ നോർമൽ ലെവൽ എത്രയെന്ന് ചോദിച്ചാൽ 9/11. എത്രയാണ്? 9/11. 9/11 ആണ് കാൽഷ്യത്തിന്റെ നോർമൽ ലെവൽ. ഓക്കെ 9/11. എന്നാ ഇനി രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഹോർമോൺ ഹെൽപ്സ് ടു റെഡ്യൂസ് ദ ലെവൽ ഓഫ് കാൽഷ്യം? ഏത് ഹോർമോണാണ് കാൽഷ്യത്തിന്റെ അളവ് കുറക്കാൻ സഹായിക്കുന്നത്? എടാ, കാൽഷ്യം ഒരാളുടെ ബോഡിയിൽ കൂടിയാൽ അത് കുറക്കാൻ സഹായിക്കുന്നത് കാൽസിട്ടോണിൻ. ഏത് ഹോർമോണാണ്? കാൽസിട്ടോണിൻ. എന്നാൽ കുറഞ്ഞാൽ കൂട്ടാൻ സഹായിക്കുന്നതോ? അത് പാരാത്തോർമോൺ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും സാർ. മാറൂല സാർ. എടാ മുത്തുകളെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ജലദോഷം, കഫക്കെട്ട്, ചുമ, തുമ്മൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ടോണിക് മരുന്ന് ഉപയോഗിക്കും. എന്ത് മരുന്ന്? ടോണിക് മരുന്ന്. ടോണിക് മരുന്ന് കൂടിയ ചുമനെ കുറക്കാനാണോ കുറഞ്ഞ ചുമനെ കൂട്ടാനാണോ? കൂടിയ ചുമനെ കുറക്കാനാണ് ടോണിക് മരുന്ന് ഉപയോഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടിയ കാൽസ്യത്തെ കുറക്കാൻ ആരുപയോഗിക്കും? കാൽസിട്ടോണിൻ ഉപയോഗിക്കും. ആരുപയോഗിക്കും? കാൽസിട്ടോണിൻ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും കുറഞ്ഞ കാൽസ്യത്തെ കൂട്ടാൻ എന്തുപയോഗിക്കാം? പാരാത്തോർമോൺ ഉപയോഗിക്കാം. എന്തുപയോഗിക്കാം? പാരാത്തോർമോൺ. അപ്പൊ ഇനി അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറോ? ഇല്ലല്ലോ. അപ്പൊ 3 മാർക്ക് സെറ്റ് ആയില്ലേ? ഗുഡ്, താങ്ക് യു.